ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ എവേ ഫ്രം ഡിസീസസാണ്. എന്താ ഡിസീസസ്? നമുക്കറിയാം, അസുഖങ്ങളല്ലേ, രോഗങ്ങൾ. നമുക്ക് ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് ഏകദേശം അറിയാമല്ലോ. നമുക്കിപ്പം സർവ്വസാധാരണയായിട്ട് കേട്ടുവരുന്ന 2 രോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. ഒന്ന് കൊറോണ നമ്മൾ കേട്ടിട്ടുള്ള, പിന്നെ നമുക്ക് കേട്ടിട്ടുണ്ട് നിപ്പ. ഇപ്പം നമ്മൾ കേൾക്കുന്ന അസുഖത്തിലൊന്നാണ് നിപ്പ അല്ലേ. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ അസുഖങ്ങളറിയാം? ചിക്കൻ ഗുനിയ അറിയാം, ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി അറിയാം, മഞ്ഞപ്പിത്തം അല്ലേ, മഞ്ഞപ്പിത്തം. ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് അല്ലേ. എവേ ഫ്രം ഡിസീസസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര്. പോകാം നമുക്ക് പഠിക്കാൻ. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? നമുക്ക് മുകളിൽ 2 സംഭാഷണങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ഒരു ഡോക്ടറും ഒരു കുട്ടിയും, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കുട്ടിയും അമ്മയും കൂടെ വന്നിരിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. ഇപ്പോൾ ഡോക്ടർ പറയുവാണ്, ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. എനി വൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ? പകർച്ചപ്പനിയാണ് അല്ലേ. അപ്പം കുട്ടിയും കൊണ്ട് അമ്മ വന്നപ്പം ഡോക്ടർ പറയുവാണ്, പരിശോധിച്ചിട്ട് ഇത് പകർച്ചപ്പനിയാണ്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗമുണ്ടായിരുന്നോ? ഡോക്ടർ ചോദിച്ചു അല്ലേ. അപ്പം അമ്മ എന്നാ പറഞ്ഞു? കുഞ്ഞിൻ്റെ അമ്മ, യെസ് ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വെർ അഫക്റ്റഡ്. എന്താ പറഞ്ഞേ? എനിക്കും ഇവൻ്റെ ചേച്ചിക്കും പനിയൊക്കെ ഉണ്ടായിരുന്നു. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? നമ്മളിപ്പം ഈ കോൺവെർസേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം? വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസസ് ടു അതേഴ്സ്? മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. ഓർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പേരുകളൊക്കെ നമ്മൾ നിങ്ങളുടെ സയൻസ് ഡയറിക്കകത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാം ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അവയെല്ലാം പകരുന്നവയാണോ? എന്താ പകരുന്ന രോഗങ്ങൾ എന്ന് വെച്ചാൽ? കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ പകരുന്നവ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരുന്ന ഡിസീസിനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. നമുക്ക് താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിനകത്ത് കൂടുതലായിട്ട് രോഗങ്ങളെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? 2 ടൈപ്പാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന പട്ടികയിൽ. ഏതൊക്കെയാ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പിന്നെ ഏതാ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇങ്ങനെ 2 ആയിട്ടാണ് നമുക്ക് ഡിസീസിനെ തന്നിരിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിനാണ് നമ്മൾ പറഞ്ഞു, എന്താ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസിനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിനേതായിരിക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ? ഏതൊക്കെയായിരിക്കും? ഡെങ്കു ഫീവർ അല്ലേ. ഡെങ്കു ഫീവർ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. പിന്നെന്താ? ജോണ്ടിസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം പകരൂലേ? പകരും അല്ലേ. പിന്നെ ഏതൊക്കെ ഡിസീസാണ് കമ്മ്യൂണിക്കബിളായിട്ട് നമുക്കറിയാവുന്നേ? ചിക്കൻ ഗുനിയ അല്ലേ. ചിക്കൻ ഗുനിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ലേ. പിന്നെ ഏതാ? കൊറോണ, നിപ്പ, ഇവയെല്ലാം നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങളാണ്. അതിനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണ്? അതായത് അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ല അല്ലേ. ക്യാൻസർ ശരിയല്ല. ക്യാൻസർ ഒരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ? ഇല്ല. പിന്നെ ഏതാ? ഡയബറ്റീസ് എന്ന് വെച്ചാൽ പ്രമേഹം, ഷുഗർ, അങ്ങനെയാണ് പറയുന്നത്. അതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ല. പിന്നെ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഹാർട്ട് ഡിസീസ് അല്ലേ, ഹൃദ്രോഗം, ഹാർട്ട് ഡിസീസ് കൊടുക്കാം. പിന്നെ നമുക്ക് സ്റ്റൊമക്ക് ഏക്ക് അല്ലേ, വയറുവേദന നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ലല്ലോ. ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാവുന്ന അസുഖങ്ങൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസിന് താഴെയായിട്ട് ഡെങ്കു ഫീവർ, ജോണ്ടിസ്, കൊറോണ, ചിക്കൻ ഗുനിയ, നിപ്പ കൊടുക്കാം. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് താഴെയായിട്ട് നമുക്ക് ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് സ്റ്റൊമക്ക് ഏക്ക്, ഇവയെല്ലാം കൊടുക്കാം. ഓക്കെ ആയില്ലേ മക്കളെ? പിന്നെ ഏതാ? ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അത് പഠിക്കണം. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ. അപ്പോൾ അത് നമ്മൾ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പറയാം പാൻഡമിക്സ് എന്ന് വെച്ചാൽ എന്തുവാ? മഹാമാരികൾ. അതായത് when communicable diseases spread to other countries or continents
ആൻഡ് affect a large number of people, it is called a pandemic. എന്താണ് പാൻഡമിക്? അതും പഠിച്ചു വെക്കണം കേട്ടോ. എന്താ പാൻഡമിക് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് പാൻഡമിക്. അതിനെ മഹാമാരി എന്ന് പറയുന്നു അല്ലേ? മഹാമാരി എന്നാണ് പാൻഡമിക്സിൻ്റെ അർത്ഥം. അപ്പോൾ പാൻഡമിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ് ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ അത് ബാധിക്കുകയും ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് പാൻഡമിക്. അപ്പോൾ പാൻഡമിക്കിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19. ശരിയല്ലേ? COVID-19 നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടായത് അല്ല, എല്ലാ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലൊക്കെ COVID-19 ഉണ്ടായില്ലേ? അപ്പോൾ അതൊരു പാൻഡമിക്കാണ് അല്ലേ? പാൻഡമിക്കിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്മോൾ പോക്സ് എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ വസൂരി എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു, അതാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. പിന്നെ ട്യൂബർകുലോസിസ് നിങ്ങൾക്കറിയാം, ക്ഷയം അല്ലേ? പിന്നെ ഏതാ? പ്ലേഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എലിച്ചെള്ള് വഴി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. എലിയുടെ ചെള്ളുകളിൽ നിന്നുണ്ടാകുന്ന അസുഖമാണ് പ്ലേഗ്. അപ്പോൾ ഇവയൊക്കെയാണ് എന്തിന് എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങൾ, പാൻഡമിക്കിന് ഉദാഹരണങ്ങൾ. ഇനി അടുത്തത്, aren't we more likely to get affected when we come into contact with someone who is sick? രോഗമുള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് കോസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും അല്ലേ? ക്യാൻ വി സീൻ ദം? അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും പകർച്ചവ്യാധികൾ കാരണമാകുന്ന? എന്തായിരിക്കും? രോഗകാരികളൊക്കെ ആയിരിക്കും അല്ലേ? ഓരോ ഡിസീസിനും ഓരോ രോഗാണുക്കളുണ്ട്. ആ രോഗാണുക്കളായിരിക്കുമല്ലോ നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. അവയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. പാത്തോജൻസ്. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗൈ ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. They are called pathogens because they are cause diseases. എന്താണ് പാത്തോജൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ രോഗത്തിന് കാരണമാകുന്ന എന്തെല്ലാം രോഗകാരികളുടെ പേരുകൾ നമ്മൾ പഠിച്ചേ? ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗൈ അല്ലേ? ഇവയാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്ന പാത്തോജൻസ്. നമുക്ക് താഴെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്നൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് നമുക്ക് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? നോക്കിക്കേ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലിവിങ് വിത്ത് ദ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ ചെറിയ സൂക്ഷ്മജീവികളെയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പം സൂക്ഷ്മജീവികൾക്ക് ഒപ്പം അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല അല്ലേ? എല്ലാ മൈക്രോ ഓർഗാനിസംസും രോഗകാരികളൊന്നും അല്ല. There are many beneficial bacteria in our body. നമ്മുടെ ശരീരത്തും തൊലിപ്പുറത്തും എല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് അല്ലേ? മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. They help in the digestion and absorption of our food. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം ഡൈജഷനും അബ്സോർഷനും എല്ലാം ആര് സഹായിക്കുന്നു? ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ സഹായിക്കുന്നു. There are many instances where microorganisms can be useful to us. അതായത് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന ഈ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ദോശ ബാറ്ററീസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. നമുക്കറിയാമല്ലോ, നമ്മൾ രാത്രി അരി ഉഴുന്നു അരച്ച് ദോശമാവ് അരച്ച് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ അത് പൊങ്ങി വന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ അങ്ങനെയുള്ള ദോശ ചുടുമ്പോൾ അത് പുളിച്ച് പൊങ്ങുന്നതാണത്. അപ്പോൾ ആ ദോശ ചുടുമ്പോൾ നല്ല മയമുള്ള ദോശ നമുക്ക് കിട്ടാറില്ലേ? അപ്പോൾ ഈ ദോശമാവ് പുളിപ്പിക്കുന്ന ആരാ? ഈ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയയാണ് പുളിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉപകാരമാകുന്ന മൈക്രോ ഓർഗാനിസംസ് അല്ലേ? അതെ.
പിന്നെന്തുവായിരുന്നു, ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ നമ്മുടെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു അല്ലേ. നമ്മൾ അറിയത്ത ജീവികളെയൊക്കെ, മരിച്ചുപോയ ജീവികളെ കുഴിച്ചിടുമ്പോൾ അവയെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്ന ആരാ? ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം നമുക്ക് ഉപകാരമുള്ളതല്ലേ? അതെ. Find more instances where microorganisms are beneficial and write them in your science diary എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉപകാരമാവുന്ന ഏത്? മണ്ണിൽ അല്ലേ. മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താ ചെയ്യുന്നത്? മണ്ണിനെ കൂടുതൽ ഫെർട്ടൈലാക്കും അല്ലേ, വളക്കൂറുള്ളതാക്കി ചെടികളും മരങ്ങളൊക്കെ പെട്ടെന്ന് വളരുന്നതിന് അല്ലേ, ചെടികൾക്കും മരങ്ങൾക്കും നല്ല വളർച്ച കൊടുക്കുന്നതിന് മണ്ണിനെ വളക്കൂറുള്ളതാക്കണ ആരാ? മൈക്രോ ഓർഗാനിസംസാണ്. അപ്പോൾ അതൊരു ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ വേൾഡ് ഓഫ് ഫംഗൈ എന്ന് വെച്ചാൽ ഫംഗസുകളുടെ ലോകം. വി ആർ ഫെമിലിയർ വിത്ത് ദ ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. നമുക്കറിയാമല്ലോ, റൊട്ടി നമ്മൾ ബ്രെഡൊക്കെ വാങ്ങി വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പൂപ്പൽ പിടിച്ചിരിക്കുന്നത് കാണാം അല്ലേ. അതൊരു തരം ഫംഗസുകളാണ് അല്ലേ. അപ്പം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ. പിന്നെ നമ്മൾ കണ്ടില്ലേ, വസ്ത്രങ്ങളൊക്കെ, നമ്മുടെ ഡ്രസ്സൊക്കെ ഇപ്പം കുറച്ച് 2 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ കറുത്ത നിറത്തിലുള്ള കുത്തുകൾ വരും അല്ലേ. അതിനെ പറയുന്നത് എന്താ? കരിമ്പൻ. അതും എന്താണ്? ഫംഗസാണ് അല്ലേ. അപ്പം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഫംഗസുകളാണ് അല്ലേ. ദേ ആർ ഓൾ ഫംഗൈ. ഇവയെല്ലാം ഫംഗസുകളാണ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗൈ ദാറ്റ് കോസ് ഡിസീസ് ടു ഹ്യൂമൻസ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് ഏതൊക്കെ? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. ഇവയെല്ലാം എന്താണ്? നമുക്ക് മനുഷ്യന്, ഹ്യൂമൻ ബീയിങ്സിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗൈകളാണ്. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes. എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ, അപ്പം മഷ്റൂം ഒരു ഫംഗസാണ്, മനസ്സിലായല്ലോ. അപ്പം മഷ്റൂമും ഒരു ഫംഗസാണ്. നമ്മൾ എഡിബിളാണ്. നമ്മൾ ഭക്ഷണം കൂൺ നമ്മൾ കഴിക്കാറില്ല, ഉണ്ട്. അപ്പം നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് എന്ത്? ഫംഗസുകളുടെ വേൾഡ് എന്ന് പറയുന്നത് അല്ലേ. ദ വേൾഡ് ഓഫ് ഫംഗൈ എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? ഹൗ ഡിസീസസ് സ്പ്രെഡ് എന്ന് വെച്ചാൽ എന്തുവാ? രോഗങ്ങൾ പകരുന്ന വഴി. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ്. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കി രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുന്ന പറഞ്ഞിരിക്കുന്നത്. ചിത്രം നോക്കിക്കുക മക്കളെ. അതിനകത്ത് ഒരു ഈച്ച വന്ന് നമ്മുടെ പപ്പായ ഫ്രൂട്ടിൽ ഇരിക്കുന്നത് കണ്ടോ? അതിനടുത്തൊരു കുട്ടി ചുമയ്ക്കുന്നത് കണ്ടില്ലേ? കണ്ടു. വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് ഹാൻഡ്കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ്? നമ്മളങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ടു പ്രിവെൻറ്റ് ഡിസീസ് അല്ലേ. നമുക്ക് നമ്മുടെ അടുത്ത് വേറൊരാൾ നിൽപ്പുണ്ടെങ്കിൽ അയാൾക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂക്കും വായും തൂവാല കൊണ്ട് കവർ ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം, തുമ്മുമ്പോഴും നമ്മുടെ ചീറ്റുമ്പോഴും എല്ലാം, നമ്മുടെ ചുമയ്ക്കുമ്പോഴും എല്ലാം നമ്മുടെ ശ്വാസത്തിൽ നിന്നും രോഗാണുക്കൾ എയറിലേക്ക് വരുന്നു. ആ എയറിൽ നിന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് അല്ലേ അത് രോഗാണുക്കൾ പ്രവേശിച്ച് അവർക്ക് അസുഖമുണ്ടാകാൻ കാരണമാകുന്നു. വൈ ഡു വി കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത്? നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു പപ്പായ ഫ്രൂട്ടിൽ ഈച്ച വന്നിരിക്കുന്നത് കണ്ടില്ലേ? ആ ഈച്ച രോഗാണുക്കളെ കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ട്സിനകത്ത് എന്താകും? രോഗാണുക്കളാകത്തില്ലേ? അപ്പോൾ ആ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നവരെ നമുക്ക് എന്തുണ്ടാകും? അസുഖങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ കവർ ചെയ്ത് സൂക്ഷിക്കണമെന്ന് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത, ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ഹ്യൂമൻ ബോഡി? എന്നുവെച്ചാൽ എന്തുവാ? രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്?
അല്ലേ? നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ളിലേക്ക് മൈക്രോ ഓർഗാനിസംസ് പ്രവേശിക്കുന്നത്. എയറിൽ കൂടെ പ്രവേശിക്കാം, വാട്ടറിൽ കൂടെ പ്രവേശിക്കാം, സോയിലിൽ കൂടെ പ്രവേശിക്കാം, ഫുഡിലൂടെ പ്രവേശിക്കാം. അങ്ങനെ പല വിധത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാം, അല്ലേ? ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദ ഐഡിയ ചാർട്ട്. അപ്പം നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ഡിസ്കസ് ചെയ്ത് നമ്മൾ ചാർട്ട് എഴുതാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ. ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ്. നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ത്രൂ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ചിത്രത്തിനകത്ത് ഒരു ഈച്ച വന്നിരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഈച്ച, ഹൗസ് ഫ്ലൈ, കൊതുക്, അല്ലേ? മോസ്കിറ്റോസ്, പിന്നെ റാറ്റിൻ്റെ എലിച്ചെള്ള, അല്ലേ? എലിച്ചെള്ള കേട്ടിട്ടില്ലേ? റാറ്റ് ഫ്ലൈ. ഇവയൊക്കെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് അസുഖങ്ങൾക്ക് കാരണമാകും. അവയെ പറഞ്ഞ പേരാണ് വെക്റ്റേഴ്സ്. അപ്പോൾ നോട്ട് ത്രൂ വെക്റ്റേഴ്സ്, അതായത് രോഗാണുവാഹകർ എന്നാണ് അവരെ പറയുന്നത്. വാഹകർ എന്നാണ് അവയെ പറയുന്നത്. രോഗാണുവാഹകർ കൂടി അല്ലാതെയുള്ള അസുഖങ്ങൾ ഒരു ഭാഗത്ത്. പിന്നെ അപ്പുറത്ത് എന്തുവാ? ത്രൂ വെക്റ്റേഴ്സ്. ഈ രോഗാണുവാഹകർ കൂടി ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം നോട്ട് ത്രൂ വെക്റ്റേഴ്സ് നോക്കിയാലോ? അതായത് രോഗാണുവാഹകരിൽ കൂടി അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ത്രൂ സോയിൽ. മണ്ണിൽ കൂടി എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്? വേം ഡിസീസ്, വിരശല്യം, അല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്ന ടെറ്റനസ്. ഈ രണ്ട് അസുഖങ്ങളാണ് ത്രൂ സോയിൽ വഴി ഉണ്ടാകുന്നത്. ഇത് പഠിക്കണം കേട്ടോ മക്കളെ, ഈ ചാർട്ട് പഠിച്ചു വയ്ക്കണം നമ്മൾ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ത്രൂ എയർ, അല്ലേ? വായുവിൽ കൂടി ഏതൊക്കെ അസുഖങ്ങൾ നമുക്കുണ്ടാകും? ട്യൂബർകുലോസിസ്, അല്ലേ? ട്യൂബർകുലോസിസ് വെച്ചാൽ ക്ഷയം നമുക്ക് വായിൽ കൂടി ഉണ്ടാകുന്ന. പിന്നെ നമുക്കുണ്ടാകുന്ന എന്തുവാ? ചിക്കൻ ബോക്സ് ഉണ്ടാകും, അല്ലേ? ചിക്കൻ ബോക്സ് വായുവിൽ കൂടി ഉണ്ടാകും. പിന്നെ മീസൽസ് എന്ന് വെച്ചാൽ 5-ാം പനി. ഇവയെല്ലാം നമുക്ക് ത്രൂ എയറിൽ കൂടി ഉണ്ടാകുന്ന അസുഖങ്ങളാണ്, അല്ലെങ്കിൽ രോഗങ്ങളാണ്, ഡിസീസസുകളാണ്. പിന്നെ എന്തുവാ? ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്. ഇനി ജലവും ഭക്ഷണവും വഴി ഉണ്ടാകുന്ന ഏതൊക്കെയാണ്? ടൈഫോയിഡ് ഉണ്ടാകും, അല്ലേ? ടൈഫോയിഡ് നമുക്ക് ജലം വഴി ഉണ്ടാകും. പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന വയറിളക്കം, അല്ലേ? വയറിളക്കം നമുക്ക് എന്ത് വഴി ഉണ്ടാകും? വാട്ടറും ഫുഡും വഴി ഉണ്ടാകും, അല്ലേ? വാട്ടർ വഴി നമുക്ക് ഫുഡും വഴി നമുക്ക് വയറിളക്കം ഉണ്ടാകും. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് ത്രൂ വാട്ടർ ആൻഡ് ഫുഡിൽ കൂടെ ഉണ്ടാകുന്ന അസുഖമാണ്. മഞ്ഞപ്പിത്തം, അല്ലേ? മഞ്ഞപ്പിത്തം മലിനജലം കുടിക്കുന്ന വഴി നമുക്ക് ഉണ്ടാകുന്ന അസുഖമാണ് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖം. ഇനി നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത് ത്രൂ വെക്റ്റേഴ്സ്. ഇനി നമുക്കുണ്ട് ഈച്ച പോലുള്ള മോസ്കിറ്റോ വഴിയൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ. ഫസ്റ്റ് ഡെങ്കു ഫീവർ എന്ത് മൂലമാണ് ഉണ്ടാകുന്നത്? ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് മോസ്കിറ്റോ വഴിയാണ്, അല്ലേ? മോസ്കിറ്റോ മൂലമല്ലേ ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. അപ്പം ഡെങ്കു ഫീവർ ഉണ്ടാകുന്നത് മോസ്കിറ്റോ. ചിക്കൻ ഗുനിയ ഉണ്ടാവും, അല്ലേ? ചിക്കൻ ഗുനിയ, മലേറിയ, ഇതൊക്കെ നമുക്ക് മോസ്കിറ്റോ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ത്രൂ വെക്റ്റേഴ്സിൽ മോസ്കിറ്റോ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്, ഡിസീസുകളാണ് ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, മലേറിയ. പിന്നെ അടുത്ത് നമുക്ക് റാറ്റ് ഫ്ലൈ മൂലം ഉണ്ടാകും. റാറ്റ് ഫ്ലൈ മൂലം നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുന്നത്? പ്ലേഗ് ഉണ്ടാകാം, അല്ലേ? പ്ലേഗ് ഉണ്ടാകാം. പിന്നെ റാറ്റ് ഫീവർ ഉണ്ടാകാം. ഈ രണ്ട് അസുഖങ്ങൾ നമുക്ക് റാറ്റ് ഫ്ലൈ മൂലം ഉണ്ടാകാം. പിന്നെ ഹ്യൂമൻസ് മൂലം, അതായത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് അസുഖം പകരും. അതേതൊക്കെയാണ്? ലെപ്രസി കൊടുത്തിട്ടുണ്ട്. ലെപ്രസി എന്ന് വെച്ചാൽ കുഷ്ഠം, അല്ലേ? പിന്നെ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഏതാ? കോവിഡ് ഉണ്ടാവുമല്ലോ. പിന്നെ നിപ്പ, അല്ലേ? ഇത് ഹ്യൂമൻസിൽ നിന്ന് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. പിന്നെ ബേഡ്സ് മൂലം എന്താ അസുഖം ഉണ്ടാകുന്നത്? ബേർഡ് ഫ്ലൂ ഉണ്ടാവും, അല്ലേ? ബേർഡ് ഫ്ലൂ അത് ബേഡ്സ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. Now you know that diseases spread through various ways. രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? How many disease carrying organisms were you able to identify? രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? നമ്മൾ കണ്ടില്ലേ മുകളിൽ? നമ്മളേത് കണ്ട്? മോസ്കിറ്റോയെ കണ്ട്, ഹൗസ് ഫ്ലൈയെ കണ്ട്, റാറ്റ് ഫ്ലൈയെ കണ്ട്, അല്ലേ? ഇവരെല്ലാം വെക്റ്റേഴ്സുകളാണ്, രോഗാണുവാഹകരാണ്, അല്ലേ? അപ്പം നമുക്ക് അടുത്ത് പഠിക്കുന്നത് എന്തുവാ? വെക്റ്റേഴ്സുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എന്താണ് വെക്റ്റേഴ്സ്? What are vectors? Vectors are organisms that bring disease carrying microorganisms into our body.
എന്ന് വെച്ചാൽ എന്തുവാ, രോഗകാരികളായ സൂക്ഷ്മജീവികളെ മൈക്രോ ഓർഗാനിസംസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് ആര്? വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗാണുവാഹകർ. അപ്പോൾ ആരാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്? വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. ഏതൊക്കെയാണ് രോഗാണുവാഹകർ? ഏതൊക്കെ വെക്ടേഴ്സ്? ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മോസ്കിറ്റോ, ബാറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്ടർ ഓർഗാനിസംസ്. അപ്പം വെക്ടേഴ്സ് എന്നാന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? എന്താണ് വെക്ടേഴ്സ്? വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹൗസ് ഫ്ലൈ എന്ന് വെച്ചാൽ എന്ത്? ഈച്ച. റാറ്റ് ഫ്ലീ എലിച്ചെള്ള്. മോസ്കിറ്റോ കൊതുക്. ബാറ്റ്സ് എന്ന് വെച്ചാൽ എന്തുവാ? വവ്വാൽ അല്ലേ? നമുക്ക് വവ്വാൽ വഴിയല്ലേ നിപ്പ ഉണ്ടാകുന്ന ഇപ്പം. ഇവയെല്ലാം നമ്മുടെ വെക്ടർ ഓർഗാനിസംസിന് എക്സാമ്പിളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ഇന്ന് പഠിച്ചു നിർത്തിയാലോ? നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ടീച്ചർ ഉടൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.